നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടരാശി. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടരാശി. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് ന്യായമായിട്ടുള്ള രീതിയിൽ സെറ്റിൽമെൻറ്റിലേക്ക്, ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നു. നമ്മളും കൂടി അതിൽ കുറച്ച് വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങളെ സമീപിക്കണം, നമ്മുടെയും കൂടെ ആവശ്യം. അപ്പോൾ ആ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യായമായിട്ടുള്ള രീതിയിൽ കിട്ടാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. 2, തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധിയും പ്രശ്നങ്ങളും വേട്ടയാടുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ന്യായമായിട്ട് നമ്മളുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും നല്ലൊരു ഗുഡ് വില്ല് ഉണ്ടെങ്കിൽ തന്നെയും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും മുഖാന്തരം ഉണ്ടായിരിക്കുന്ന നമ്മളെ ഒറ്റപ്പെടുത്തൽ, ഒതുക്കൽ, മാനസിക സംഘർഷം ഉണ്ടാകും, ടെൻഷനുണ്ടാകും, കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് വരെ തോന്നും. പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിലോടുകൂടി നമുക്കൊരു ഷിഫ്റ്റിംഗ് അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട്. അതുവരെ സഹിച്ച് ക്ഷമിച്ച് ഈശ്വരാധീനത്തിന് നമ്മൾ പ്രാർത്ഥിച്ച് ഇരുന്നാൽ നല്ലത്. 2-3 വർഷത്തേക്ക് നമുക്ക് പ്രശ്നമില്ല. അപ്പം അതിനുവേണ്ടി ദൈവാധീനത്തിന് വേണ്ടിയിട്ട് ശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക് 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുന്നത് ഉചിതമാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. വിവാഹ തടസ്സങ്ങൾ മാറി നല്ലൊരു ബന്ധം, നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ രീതികളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന പൊരുത്തമുള്ള ചേർച്ചയുള്ള നല്ലൊരു പ്രപ്പോസൽ ഉറയ്ക്കാനും നടക്കാനുമുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഒത്തിരി പ്രപ്പോസലുകൾ വരുന്നു, നോക്കുന്നു, പക്ഷേ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങളാൽ അത് ഒഴിവായി പോകുന്നു, തട്ടിമാറിപ്പോകുന്നു. ഏജ് ഓവറാണ് വരുന്നു. പെൺകുട്ടിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഏജ് ഓവറായിട്ടുള്ളവരെ സംബന്ധിച്ചോളം കുറച്ച് പ്രശ്നങ്ങൾ അധികമാണ് കല്യാണം നടക്കാൻ. ആൺകുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോഴത്തേക്ക് ഏജ് ഓവർ, അതായത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി എന്നുള്ള ഒരു ദുഃഖഭാരം പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾക്കുണ്ട്. ആലോചിക്കാത്തത്, കണ്ടെത്താത്തത് എന്നുള്ളതല്ല, നെറ്റ് വഴിയോ മാട്രിമോണിയൽ വഴിയോ ബ്രോക്കേഴ്സ് വഴിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ശരിയായുള്ളൊരു ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പാളിച്ച ദുഃഖിക്കേണ്ടി വരും. അപ്പം ഇത് അനുകൂലമായി നടക്കണം. അതിനു വേണ്ടിയിട്ട് ലക്ഷ്മി സ്വയംവരാർച്ചന ക്ഷേത്രത്തിൽ പോയി 11 ദിവസം ചെയ്യുകയോ അല്ലെങ്കിൽ ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും 3 മാസത്തിനകത്ത് തന്നെ നല്ലൊരു ബന്ധം ഉറയ്ക്കാനും അത് പിന്നെ നടക്കാനും ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴി കൊണ്ടുവരുന്ന പ്രപ്പോസൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പാപത്വ ചേർച്ച അനുകൂലമുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് ഭാവിയിൽ സന്താന ഭാഗ്യം ഡിലേ ആകാനുള്ള കാരണമാകും. 3-4 വർഷം വരെ ഡിലേ ആയിപ്പോകും. അപ്പം ആ പാപത്വ ചേർച്ചയിൽ വളരെ ശ്രദ്ധ, പൊരുത്തം നോക്കി കണ്ടുകൊണ്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ, മിഥുനരാശി. ഗൃഹത്തിൻ്റേതായിട്ടുള്ള ചില ദോഷങ്ങൾ, കാരണം രണ്ടാമത് മെയിൻ്റനൻസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ ഭാവം, അല്ലെങ്കിൽ ദർശനം, അല്ലെങ്കിൽ മുഖം, അല്ലെങ്കിൽ അടുക്കള, അല്ലെങ്കിൽ കന്നിമൂല, ഇതൊക്കെ പലതരത്തിലുള്ള വാസ്തു നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ, വാസ്തുദോഷമുണ്ടെങ്കിൽ അത് തീർക്കണം. അതിന് ഗൃഹത്തിന് പഞ്ചശിരസ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു. അതിൽ വാസ്തുബലി അല്ലെങ്കിൽ വാസ്തു പൂജ ഗൃഹത്തിൽ വെച്ച് തന്നെ വ്രതശുദ്ധിയോടുകൂടി ചെയ്ത് അതിൻ്റെ കൂടെ ഭഗവതി പൂജയും ചെയ്ത് ദേവീ പൂജയും ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അപ്പോൾ പഞ്ചശിരസ് എന്ന് പറയുമ്പോൾ പഞ്ചഭാവുക യോഗങ്ങൾ നമുക്ക് ആ ഗൃഹത്തിലുള്ളവർക്ക് അനുകൂലമായിട്ട് വരും. ആരോഗ്യം, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, തടസ്സങ്ങൾ മാറുക, തൊഴിൽ, വിവാഹം, ബിസിനസ്സിലുള്ള തടസ്സങ്ങൾ മാറുക, ഇതെല്ലാം അനുകൂലമായിട്ട് വരും. അപ്പോൾ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്.
അതുപോലെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ അല്ലെങ്കിൽ ബുധൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് അനുകൂലമാണ്. പോകുന്ന കാര്യങ്ങൾ വിജയിക്കാനും അതനുസരിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തി നേടാനും ഇറങ്ങുന്ന സമയം നോക്കുന്നത് ഉചിതമാണ്. ദൈവാധീനം അനുകൂലം തന്നെയാണ് മിഥുനരാശി. പുണർതത്തിൽ കാൽ, പൂയം, ആയില്യം, കർക്കടക രാശി. ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ ഉചിതമായിട്ടുള്ള സമയമാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ബിൽഡേഴ്സ് ആയിട്ടുള്ളവർക്ക്, അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, അതോടൊപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള മേഖലയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ അനുകൂല സമയമാണ്. അതിൽ പാർട്ട്ണർഷിപ്പ് തലത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റില്ല. പക്ഷേ തിരുവാതിര, തൃക്കേട്ട ഈ 2 നക്ഷത്രക്കാരുടെ ജാതകക്കാരാണെങ്കിൽ തിരുവാതിരയും തൃക്കേട്ടയാണെങ്കിൽ അത് നമ്മുടെ ജാതകമായിട്ട് ഒത്തുചേർന്ന് ഈ സംരംഭത്തിൽ വിജയിക്കൂ ഇല്ല എന്നുള്ളത് കണ്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് നാളത്തേക്ക് അത് ദുരിതം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, കോട്ടം ഉണ്ടാവും. അതോടൊപ്പം തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടാകും. അർഹമായിട്ടുള്ള ന്യായമായിട്ടുള്ള കിട്ടേണ്ട പ്രമോഷൻ അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ അംഗീകാരം ഇവിടെ തടഞ്ഞു വയ്ക്കുന്ന ചില പൊളിറ്റിക്സ് കളി പോലെ, കോക്കസിൻ്റെ കളി പോലെ നുണയും പാരവെപ്പും പലതരത്തിലും നമ്മളെ വേട്ടയാടാനുള്ള സാഹചര്യമുണ്ട്. ഇതിനെയും മറികടക്കണം. ന്യായമായിട്ടുള്ള അവകാശം നമുക്ക് കിട്ടണം. ഇവിടെ ശിവഭഗവാന് 7 തിങ്കളാഴ്ച ജലധാര നടത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് കാര്യങ്ങൾക്ക് ദൈവാധീനം തുണയായിട്ട് കാണും, യാതൊരു സംശയമില്ല. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ചിങ്ങരാശിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ, പരിവർത്തന യോഗങ്ങൾ അനുകൂലമാണ്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട 2 പ്രേതാത്മാക്കളുടെ പോക്കുവരവിൻ്റെ ശാപപാപ ദൃഷ്ടി അത് ചില ഗൃഹത്തിൽ ബന്ധനം പോലെ വരുന്നു. അപ്പോൾ ആ ദോഷങ്ങൾ മാറണം. പിതൃക്കളുടെ ഭാവത്തു നിന്നുള്ള ദോഷം മാറണം, ദുർമൃതി ശാപദോഷങ്ങൾ. ലക്ഷ്മി നാരായണ പൂജ ഗൃഹത്തിൽ ചെയ്ത് ത്രിഭൂഷണത്തിൽ ചന്ദ്രകല, താലി, നാമം, പൊട്ട് ഉപചാര സമർപ്പണം ശുദ്ധി ചെയ്ത് ഭഗവതിക്കും ശിവനും വിഷ്ണു ഭഗവാനും സമർപ്പണം ചെയ്ത് പുഷ്പാഞ്ജലി നടത്തുന്നത് ഉചിതമാണ്. അതുപോലെ തന്നെ തിലഹോമം ചെയ്ത് ജ്ഞാതാജ്ഞാത ഭാവങ്ങളിൽ നിൽക്കുന്ന ആഗ്രഹ നിവൃത്തി വരാതെ എന്നെ മറന്നുവെന്ന് ചോദ്യവുമായിട്ട് നിൽക്കുന്ന പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നത് അനുകൂല. പിതൃശുദ്ധി നമ്മുടെ യോഗഭാവശുദ്ധിക്ക് തത്തുല്യമാണ്. യോഗഭാവ തത്തുല്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഗൃഹങ്ങളെ ഒക്കെ ബാധിക്കുന്ന ആ ശാപങ്ങൾ മാറും, ദോഷങ്ങൾ മാറും, യാതൊരു സംശയമില്ല. തിലഹോമം ചെയ്ത് ലക്ഷ്മി നാരായണ ഉപചാരം ചെയ്ത് വിഷ്ണു ഭഗവാന് പാൽപ്പായസ നിവേദ്യവും കൂടി ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ കടങ്ങളോ പിതൃക്കൾക്ക് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ നിവർത്തി ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ചില പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഒഴിയേണ്ട സാഹചര്യം വരും. കാരണം നമ്മളെ ബലിയാടാക്കിക്കൊണ്ട് ചിലർ കടന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മാറിക്കൊടുത്തില്ലെങ്കിൽ അവിടെ നമ്മൾ ബലിയാടാകേണ്ട സാഹചര്യം വീണ്ടും വരും. അത് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ വീണ്ടും കാര്യങ്ങളെ വലിച്ചഴയ്ക്കാനുള്ള സാഹചര്യം വന്നുകൂടായികയില്ല. ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി ന്യായം, നീതി, സത്യം അത് ധർമ്മത്തിലേക്ക് വരാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മൾ വേണ്ടുന്ന വഴിപാട് ചെയ്യുക. സഹസ്രനാമ പുഷ്പാഞ്ജലി നമ്മുടെ പക്കപ്പുറന്നാളിൽ 1 വർഷം ചെയ്യുന്നത് വളരെ വിശേഷം. പാൽപ്പായസ നിവേദ്യം ഭഗവാന് മുരുകസ്വാമിക്ക് കൊടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രത്തിമുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി. കന്നിരാശിക്കാരിൽ ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെയും ചില പ്രശ്നങ്ങളിൽ
ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം, +2 കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ശരിയായിട്ടുള്ള ദിശാബോധം, ഡെസ്റ്റിനി, എടുത്ത കോഴ്സ് തന്നെ തെറ്റിപ്പോയി, ഇത് നിർത്തി വേറെ ഏതെങ്കിലും പോകണമെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകണം. ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം ഉന്നത പദവിയിലെത്താൻ ദൈവാധീനം ഈ കന്നിരാശിക്കാർക്കുണ്ട്. പ്രൊഫഷണൽ ആകാനും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ വരാൻ സാധ്യതയുള്ള ദൈവാധീനം കാണുന്നുണ്ട്. പക്ഷേ ബേസ്മെൻ്റ് ആയിട്ടുള്ള ഡിഗ്രി തലം വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പിഴച്ചാൽ എന്ത് ചെയ്യും? ആ പിഴവ് ഇനിയും ആവർത്തിക്കാൻ പാടില്ല. അതിന് വിദ്യാ സരസ്വതി കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം. സാരസ്വത അരിഷ്ടം അത് പൂജിച്ച് ജപിച്ച് കഴിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. കോൺഫിഡൻസ് ഉണ്ടാകണം, മനഃശക്തി ഉണ്ടാകണം, ധൈര്യം ഉണ്ടാകണം. അതോടൊപ്പം എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകണം. ചിലർ പഠിക്കുന്നത് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോഴാണ്. ആ അവസ്ഥ മാറണം. എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ പോകുമ്പോൾ എനിക്കിനിയും ലോസ് വരാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യം സ്വയം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അപ്പം അതിന് ചില ആത്മനിയന്ത്രണങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അവരവരുടെ ഇഷ്ടദേവതയെ ദേവാലയത്തിലോ പോയി പ്രാർത്ഥിക്കണം. ചില കാര്യത്തിൽ സബ്മിഷൻ, ഗുരുത്വത്തോടു കൂടി കാര്യങ്ങൾ പോകേണ്ടത് നമ്മളിൽ തന്നെ നമ്മളെ മാറ്റിയെടുക്കാൻ സഹായകരമാകും. വളരെ അനുകൂലമായിട്ടുള്ള ഈശ്വരാധീനം നമുക്ക് തുണയായിട്ട് വരികയും ചെയ്യും. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാനും അതിൽ വളരെ സക്സസ് നേട്ടവും അനുകൂലമാവും ദൈവാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് വരുന്ന മാർച്ച് ഏപ്രിലോട് കൂടി ഉണ്ടാകുന്ന ഷഫ്ലിങ്ങിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലേക്ക് നമുക്ക് കുതിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാനും ദൈവാധീനം കാണുന്നുണ്ട്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടോ പാർട്ട് ടൈമായിട്ടോ എന്തെങ്കിലും പ്രോജക്റ്റോ ബിസിനസ്സോ വർക്കോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള സാധ്യത, വിജയിക്കാനുള്ള അനുകൂല സ്ഥിതി തുണയായിട്ട് കാണുന്നുണ്ട് ഈശ്വര കടാക്ഷത്താൽ. ഇതിൽ തടസ്സങ്ങൾ വരാതെ സാമ്പത്തികം അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കിൽ അനുജ്ഞ, അനുമതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ തടസ്സം വരാതിരിക്കാൻ വിഘ്നേശ്വര ഭഗവാന് വിഘ്നങ്ങൾ മാറാൻ 7 വ്യാഴാഴ്ച കറുകമാല ചാർത്തി 7ാമത്തെ വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമവും നടത്തി 3 നാളികേരം പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുക, ഉടയ്ക്കുക. വിഘ്നങ്ങൾ മാറും. ഈ 7 ആഴ്ചയ്ക്കകത്ത് തന്നെ അതിൻ്റെ പരിവർത്തനം നമുക്ക് കാണാൻ പറ്റും. ഈശ്വരാധീനം തുണയായിട്ട് അനുകൂലമായിട്ട് വരും. വിശാഖത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ തൊഴിൽ മേഖലയിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ജോലിയിൽ മാറ്റം അനുകൂലമാവാൻ കാരണം സാധ്യത തുണയാണ് ദൈവാധീനവും. നമ്മളതിനു വേണ്ടി പരിശ്രമിക്കണം. വ്യക്തതയും ലക്ഷ്യബോധവും നമുക്കുണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത് തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കേണ്ടത് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ആ തടസ്സം മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അതുകൊണ്ട് നേട്ടവും ഉണ്ടാകും. വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ് കൈകാര്യം, ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് 1-2 കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കാര്യങ്ങൾ ഒരു പ്രൊഫഷണലിസത്തിലേക്ക് മാറ്റാനും അതനുസരിച്ച് വർക്കുകൾ നമുക്ക് കിട്ടാനും ബിസിനസ്സിൽ മുന്നോട്ട് പോകാനും വിജയിക്കാനും ദൈവാധീനം അനുകൂലമാണ്. മഹാസുദർശന യന്ത്രം അത് ചക്രമായിട്ട് പൂജിച്ച് വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ ഈശ്വരാധീനം നമുക്ക് കൂടുതലായിട്ട് അനുകൂലമായിട്ട് വിജയിക്കാൻ തുണയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മൂലം, പൂരാടം, ഉത്രാടത്തെക്കാല് ധനുരാശിക്കാരിൽ ഈശ്വരാധീനം കാണുന്നുണ്ട്. മുന്നോട്ട് പോകാനുള്ള ചില പ്രശ്നങ്ങളിൽ, സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ നമ്മളെ വലയ്ക്കാൻ പാടില്ല. വ്യക്തമായിട്ടുള്ള തീരുമാനവും ലക്ഷ്യബോധവും നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ കുടുംബപരമായുള്ള ചില പ്രശ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകണം.
അത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, വീട്ടിനകത്ത് നിസ്സാര കാര്യങ്ങളിൽ ദേഷ്യം, തർക്കം. പിന്നെ ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ളൊരു വാശി. ഇവിടെയെല്ലാം നമ്മൾ കുറച്ച് ക്ഷമ, ശ്രദ്ധ, അതോടൊപ്പം തുറന്നു പറച്ചിലുകൾ ആവശ്യം. അച്ഛനോട് കാര്യം പറയാൻ മക്കൾക്ക് അതിൻ്റെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. ഉത്കൃഷ്ടമായിട്ടുള്ള തീരുമാനം. വളഞ്ഞ വഴി കൂടി നമ്മൾ പോയിട്ട് കാര്യമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറയണം, ഭർത്താവിന് ഭാര്യയോട് കാര്യങ്ങൾ. അപ്പം ഈ ഒരു കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ഒരു പറഞ്ഞ പോലെ പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ തുറന്നു പറയാതെ ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും മനസ്സില്ലാത്ത, താല്പര്യമില്ലാത്ത ഒരു നാടകീയ ജീവിതത്തിൽ നിന്ന് പുറത്തു വരണം. അപ്പം ഇതിന് വേണ്ടുന്നത് എന്താണ്? ഇതിനു വേണ്ട ദൈവികത്വമാണ്. ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ഈശ്വരച്ഛ നമുക്ക് അനുകൂലമായിട്ട് വരണം. അപ്പോൾ ഈശ്വരച്ഛ അനുകൂലമായിട്ട് വരണമെങ്കിൽ വിളക്ക് കത്തിക്കേണ്ടിടത്ത് വിളക്ക് കത്തിക്കണം. മുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള യോഗ അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, എന്താണെന്ന് വെച്ചാൽ അതിന് 40 മിനിറ്റെങ്കിലും നമ്മൾ സമയം കൊടുക്കണം, പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ ധനരാശിക്കാരെ സംബന്ധിച്ചുള്ള ഇത് എടുത്തു പറയാനുള്ള കാര്യം, നിസ്സാര ചെറിയ കാര്യങ്ങളാണ് വീട്ടിനകത്ത് കലുഷിതം ഉണ്ടാകുന്നത്, കോപകലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ ഇത് ഇറങ്ങി പോകുന്നു എന്ന് വരെ പറയുന്ന സാധ്യത. ഇത് നമ്മളായിട്ട് തന്നെ ഒഴിവാക്കിയെടുക്കേ പറ്റും. ഇവിടെ ഐക്യമന്ത്ര സൂക്താർച്ചന ശിവഭഗവാന് ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഐക്യ സൂക്താർച്ചന അല്ലെങ്കിൽ സംവാദ സൂക്താർച്ചന എന്നും പറയും. ഇതൊരു 5 ആഴ്ച തിങ്കളാഴ്ച തോറും ചെയ്താൽ അതിൻ്റെ മാറ്റം ഉണ്ടാകും. ദൈവാധീനം കുറച്ച് കൂടുതൽ അനുകൂലമായിട്ട് വരും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. മകരരാശിക്കാരെ സംബന്ധിച്ചോളം ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പണ്ടേ നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ ഇതിനു മുമ്പ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം 2 തവണ തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള വാശിയും അസൂയയും വൈരാഗ്യവും ആഭിചാര പ്രയോഗം പോലെ നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. കാരണം പലതരത്തിലുള്ള നെഗറ്റീവ്സ് അതുകൊണ്ട്. പക്ഷേ അവിടെ ദൈവാധീനം നമുക്ക് അനുകൂലമായിട്ടുകൊണ്ട് ചില വീട്ടുകളിൽ നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിൽ ബാധിച്ച് ചത്തുപോയ അവസ്ഥയുണ്ട്. പശുവായിരുന്നാലും പട്ടിയായിരുന്നാലും നായായിരുന്നാലും പൂച്ചയായിരുന്നാലും പ്രാവായിരുന്നാലും കോഴിയായിരുന്നാലും ശരി തന്നെ അത് കാണിക്കുന്നത് നമ്മളെ വീട്ടിലുള്ളവരെ ബാധിക്കേണ്ട ദോഷങ്ങൾ ആ നശീകരണം മൂലം മാറിക്കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചതുർക്രിയാ സമർപ്പണം ചെയ്യുക. കടുക്, കുരുമുളക്, എള്ള്, ചുടലത്തേങ്ങ ഇത് തലയ്ക്ക് ഒഴിഞ്ഞ് വീടിനെ ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കളയുക എന്നുള്ളതാണ്. ഒഴിഞ്ഞൊഴുക്കുക എന്ന് പറയും. അത് ചെയ്താൽ വളരെ മാറ്റമുണ്ടാകും. അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രത്തിൽ അതിനുള്ള കുടുംബ ദേവാലയത്തിലുള്ള പ്രാർത്ഥനയും സമർപ്പണവും നമ്മൾ ചെയ്യണം. എന്നെ മറന്നോ എന്നുള്ള ഒരു ശാപം വരാൻ പാടില്ല. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം നമ്മൾ സ്വയം സ്വീകരിച്ചേ പറ്റൂ. കുറവുകൾ വരുത്തേണ്ട ചിലവുകൾ കണ്ടെത്തണം. ചിലവുകൾ മാത്രം കൂടിക്കൂടി വന്നാലുള്ള അവസ്ഥ, പലിശ കൊടുക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട്, നമ്മൾ അഭിനയിക്കണം എന്നുള്ളത്. യഥാർത്ഥ അവസ്ഥ നമുക്കറിയാം. സാമ്പത്തികമുണ്ട്, അത് പലതരത്തിൽ വസ്തുവായിട്ടും കിട്ടേണ്ടതായിട്ടും നിൽക്കുന്നു പുറത്ത്. കയ്യിലോട്ട് വന്നാലേ നമ്മുടെ സാമ്പത്തികമാവുള്ളൂ, നമ്മുടെ പണമാവൂ. ഈ ബ്ലോക്ക് മാറണം. ഇതിനെ അഷ്ടലക്ഷ്മി യന്ത്രം അത് ചക്രമായിട്ട് ഗൃഹത്തിൽ വെച്ചിട്ട് പൂജിക്കുക. 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. ഈ 41 ദിവസത്തിനകത്തന്നെ പരിവർത്തന ലക്ഷണങ്ങൾ, മാറ്റത്തിൻ്റെ, നല്ലതിൻ്റെ, പോസിറ്റീവിൻ്റെ കാണാൻ പറ്റും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശിക്കാരെ സംബന്ധിച്ചോളം ഇവിടെ ഗുരുകൃപാ കടാക്ഷങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തീർത്ഥയാത്ര ചെയ്യുന്നതും വളരെ വിശേഷം. ചില യാത്രകൾ നമ്മൾ മറന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. മൂകാംബി ആയിരുന്നാലും ഗുരുവായൂരായിരുന്നാലും കാഞ്ചീപുരമായിരുന്നാലും കാളഹസ്തി ആയിരുന്നാലും തിരുപ്പതി ആയിരുന്നാലും അത് അവരവർക്കേ അറിയാവും. അതിനും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കുടുംബസമേതം പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ പോവുക. ആ കടം തീർക്കുക.
തീർത്ഥയാത്ര അതിന് വളരെ യോഗം അനുകൂലമായിട്ട് മൊത്തത്തിൽ കുടുംബത്തിൽ നമുക്ക് ദൈവാധീനം നേടാൻ തുണയാണ്. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നെഗറ്റീവ് ലക്ഷണം വരുന്നത് പലതരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കണ്ടെത്തണം. അഗ്നിബന്ധനം, അത് അരി വടിക്കുമ്പോഴോ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അഗ്നിബന്ധനങ്ങൾ നിരന്തരം നമ്മളെ ശല്യപ്പെടുത്തുക, ആപത്തുണ്ടാക്കുക, അതിനി വരാൻ പാടില്ല. പിന്നെ നിരന്തരം ചില്ലൊടയുക, അത് പടത്തിൻ്റെയോ അലമാരയുടെയോ മുഖം നോക്കണതോ ഗ്ലാസിൻ്റെയോ ജനലിൻ്റെയോ അത് ഉടഞ്ഞിരിക്കണമെങ്കിൽ അത് മാറ്റിയിടുക. ഉടഞ്ഞ ചില്ലിരിക്കുന്നത് മൂദേവിയാണ്, ഒരു ജിന്നിൻ്റെ ലക്ഷണം പോലെയാണ്. അങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയിടുക. കുംഭരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിരന്തരം രോഗാദി ദുരിത ബന്ധനങ്ങൾ. ചെറിയ ചെറിയ കാര്യം, തലവേദന, പെടലുവേദന, വയറുവേദന, നെഞ്ചുവേദന, തൊണ്ടവേദന, കഫത്തിൻ്റെ പ്രശ്നം, ദഹനത്തിൻ്റെ പ്രശ്നം, ഉപ്പുറ്റി വേദന, ഇങ്ങനെയുള്ള മുട്ടുവേദന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കുറച്ച് കൂടുതൽ നമ്മൾ അലസത ഉണ്ടാക്കുക, നമ്മുടെ കഴിവുകൾ നമുക്ക് പറ്റാത്ത രീതിയിൽ നഷ്ടങ്ങളുണ്ടാകുക. സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ വീട് മാറണോ വേണ്ടയോ എന്ന് വരെ ഇവിടുന്ന് മാറിയാലേ പറ്റൂ എന്ന് തോന്നിപ്പോകുന്ന ഇതിനെ ഓവർകം ചെയ്യണം, മറികടന്നേ പറ്റൂ. അപ്പോൾ നമ്മുടേതായുള്ള കാര്യങ്ങൾ നമ്മൾ പോയാലേ പറ്റുള്ളൂ. വേറെ ആരെ കൊണ്ട് ചെയ്യിക്കാനോ സഹായിക്കാനോ ഒരു പരിധി വരെ പറ്റുള്ളൂ. അപ്പം അതിനെ ആർജവത്വം ഊർജവും നമുക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് അശ്വാരൂഢ കവചിത മന്ത്രം എഴുതി പൂജിച്ചടച്ച് ധരിക്കുക എന്നുള്ളതാണ്. 2.5 വർഷമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആ സാമീപ്യം ഉണ്ടായിരുന്നാൽ ആ എനർജി റീസെറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ദൈവാധീനം അനുകൂലമായിട്ട് വരും. പൂരുരുട്ടാതി കാല്, ഉത്തരട്ടാതി, രേവതി, മീനരാശി. മീനരാശിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ബുധൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് അനുകൂലമായിട്ടുള്ള വിജയം നമുക്ക് നേടിത്തരും. ഉന്നത വിദ്യാഭ്യാസത്തിന് നീറ്റ് എൻട്രൻസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിൽ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. അതോടൊപ്പം ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് മെഡിസിൻ മേഖല MD മറ്റു കാര്യങ്ങളിലേക്ക് മെറിറ്റിൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം തുണയാണ്. ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള ദൈവാധീനം നമുക്ക് അനുകൂലമാണ്. ആഞ്ജനേയ സ്വാമിക്ക്, ഹനുമാർ സ്വാമിക്ക് ചെയ്യുന്നത്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ പിതൃക്കൾക്ക് പ്രായശ്ചിത്ത പരിഹാരം, മുടങ്ങിയിട്ടുള്ളതിന് പ്രായശ്ചിത്ത പരിഹാരമായിട്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് ത്രിഭൂഷണ സമർപ്പണം നടത്തുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ തിലഹോമം ചെയ്ത് ഉപചാര സമർപ്പണം പാൽപ്പായസ നിവേദ്യവും വിഷ്ണു ഭഗവാന് ചെയ്യുന്നതും അനുകൂലമാണ്. കാരണം മോക്ഷം, മുക്തി, സായുജ്യം ഇത് 3 ഒന്നാണെങ്കിലും 3 ഭാവങ്ങളാണ്. കൈലാസം, വൈകുണ്ഠം, ബ്രഹ്മ ലോകം ഇത് 3. അപ്പോൾ ഇതിനെല്ലാം തിലഹോമം അതിനുള്ള മറുപടിയാണ്. കുറവുള്ളത് പരിഹരിക്കാൻ, അത് സ്വീകരിക്കാൻ, അത് ബലിക്കാക്കയായിട്ടും മത്സ്യമായിട്ടും വന്ന് നമ്മൾ കൊടുക്കുന്ന പിണ്ഡച്ചോറിൽ അതിൻ്റെ ഉപചാര സമർപ്പണത്തിൽ അവിടെ എത്തേണ്ടത് എത്തി, എന്നെ മറന്നോ എന്നുള്ള ആ ശാപപാപങ്ങൾ വരാതിരിക്കുന്നതിന് നമ്മുടെ കുഞ്ഞുകുട്ടി പിതൃക്കളുടെ അനുഗ്രഹം കുഞ്ഞുകുട്ടികൾക്കും തലമുറയ്ക്കും ഉണ്ടാകാൻ സഹായകരമാണ്. തിലഹോമവും ലക്ഷ്മി നാരായണ പൂജയും പാൽപ്പായസ നിവേദ്യവും പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച